ഹായ് ഗായ്സ്, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഔട്ടിങ്. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എൻ്റെ സ്കിന്ന് നല്ലോണം ഡ്രൈ ചെയ്തുകൊണ്ട് നല്ലോണം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലോണം ഇട്ടില്ലെങ്കിൽ എൻ്റെ മുഖത്ത് പലതും കാണേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിപ് ബാം ഇടുകയാണ്. ഇത് റാസ്ബെറി ഫ്ലേവറിന് വരുന്ന ലാബെല്ലും ആണ്, ടിൻറ്റഡ് ആണ്, ചെറിയൊരു ടിൻറ്റ് ഉണ്ട്. ഇതാണ് ഞാൻ എപ്പോഴും യൂഷ്വലി ലിപ്സ്റ്റിക്കിൻ്റെ അടിയിൽ യൂസ് ചെയ്യൽ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നേരെ ഞാൻ ഐലൈനർ ഇടാൻ എനിക്ക് വല്ലാണ്ട് അറിയില്ല. എന്നാലും എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ ഇടാണ്. കാരണം ഐലൈനർ ഇട്ട് പഠിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഐലൈനർ ഇട്ട് പരിചയമില്ലാത്ത ആളാണ്. ഞാൻ വേഗം യൂസ് ചെയ്യൽ പെൻസിലാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രഹസനം തന്നെ അവിടെ നടക്കുന്നുണ്ടാവും. കാരണം ഒന്നിട്ട് ഒന്ന് ശരിയാവില്ല. പിന്നെ മറ്റേ കാണുന്ന ഒരേപോലെ ഇടൽ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ ഇത് അത്യാവശ്യം കട്ടിയിൽ കൂട്ടിയിട്ടാണെങ്കിലും മറ്റേതും ഒരേപോലെ കട്ടിയിലിടണം. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ വീണ്ടും കൂട്ടി ലാസ്റ്റ് ഒരു ഭൂതക്കണ്ണായി മാറാറുണ്ട്. ഇന്ന് ഞാൻ 2 ലൈനിൽ അങ്ങനെ നിർത്തി കളഞ്ഞു. സൈഡിൽ വെക്കാൻ്റെ പലതരം കോമഡികളും സംസാരങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്ക് എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ഇട്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ വാല് ഒഴിവാക്കുകയാണ്. കാരണം എനിക്ക് വാലിട്ട് ഇഷ്ടമായില്ല. അങ്ങനെ വീണ്ടും ഞാൻ അടുത്തത് കോമ്പാക്റ്റാണ് എടുക്കുന്നത്. ഞാൻ ഡയറക്റ്റ് കോമ്പാക്റ്റ് യൂസ് ചെയ്യലുണ്ട്. കാരണം നമ്മൾ വെറുതെ ജസ്റ്റ് പുറത്ത് പോയി അപ്പോൾ തന്നെ വരും. പിന്നെ കുറേ ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല വിചാരിച്ചിട്ട് വേഗം കോമ്പാക്റ്റ് വേഗം ഇട്ടിട്ട് പിന്നെ ഞാൻ നേരെ ഇടൽ ബ്ലഷാണ്. ബ്ലഷ് എപ്പോഴും എൻ്റെ ഇഷ്ടപ്പെട്ടൊരു സാധനമായതുകൊണ്ട് ഇതിൽ നിന്ന് ചെറിയൊരു ടിൻറ്റ് വരുന്ന ചെറിയൊരു പിങ്കിഷ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്ലഷ് കൊടുത്തു. ആൻഡ് അതിൻ്റെ മേലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഹൈലൈറ്റർ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഹൈലൈറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈലൈറ്റൊന്നും ചെയ്തത് വല്ലാണ്ട് ഇതിൽ കാണുന്നില്ല. കാരണം ഞാൻ അതിനെ മാത്രം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാനൊരു പിങ്കും ക്രീം കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്ലഷ് ഇടൽ. അപ്പോൾ നമ്മൾ ഇട്ടതുപോലെ അറിയില്ല, എന്നാലത്തെ അത്യാവശ്യം നാച്ചുറൽ ലുക്ക് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കും. താഴെ ഞാൻ ആദ്യം എഴുതാറുണ്ടായിരുന്നു, പിന്നെ ഞാൻ നിർത്തി വെച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാമാ എർത്തിൻ്റെ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്, അത്യാവശ്യം കളറും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നല്ലോണം വരച്ച് അങ്ങോട്ട് മൊഞ്ചത്തിയാവുന്നുണ്ട്. എപ്പം ഞാൻ കണ്ണെഴുതിയാലും കണ്ണ് നിറയും. അത് ആ കണ്ണിൻ്റെ ഉള്ളിൽ എപ്പം എങ്ങനെയായാലും തട്ടും. ഇത് ഞാൻ ഹൈലൈറ്റർ കാണിക്കുകയാണ്, പക്ഷേ ഇന്ന് ഞാൻ അതിടുന്നില്ല. പകരം ഞാൻ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിപ്പ് ലൈനർ, ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത സാധനമാണ് ലിപ്പ് ലൈനർ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, അപ്പം ഒന്ന് ലിപ്പ് ലൈനർ ഇടാൻ വിചാരിച്ചു. ഇത് ലൈറ്റ് ഷെയ്ഡ് ലിപ്പ് ലൈനർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് ലിപ്സ്റ്റിക്കും മാച്ചായി പോവും. ആൻഡ് എൻ്റെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ഇത് ഫ്ലോമറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് ഇട്ടാൽ കൂടിപ്പോകുന്നത് നമ്മൾ അറിയില്ല. സോ ഇത്രയേ ഉള്ളൂ. ബൈ.